തത്സമയം. മിനിസ്റ്റർ, ഈ ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്കെതിരായി ഞങ്ങളുടെ 4 സഹപ്രവർത്തകരായ MLA-മാർ 4ാമത്തെ ദിവസവും സത്യാഗ്രഹ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. സാർ, ഇന്നലെ ബജറ്റിന്റെ മറുപടി പറഞ്ഞ ധനകാര്യമന്ത്രി നികുതി നിർദ്ദേശങ്ങൾ പിൻവലിച്ചില്ല എന്ന് മാത്രമല്ല, സമരം ചെയ്യുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകരെ പരിഹസിക്കുകയും അപമാനിക്കുകയും ചെയ്ത സാഹചര്യമാണ്. സാർ, ഈ നികുതി നിർദ്ദേശങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ഗൗരവതരമായി ബാധിക്കുന്ന, അവരുടെ ജീവിതക്രമത്തെ താളം തെറ്റിക്കുന്ന, അതുകൊണ്ട് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ തുടരുകയാണ്. സാർ, ഞങ്ങൾക്ക് ഈ സഭാ നടപടികളുമായിട്ട് യോജിച്ചു പോകാനുള്ള ഞങ്ങളുടെ ശക്തമായ വിയോജിപ്പ് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, അംഗങ്ങളെല്ലാം ഹെഡ്സെറ്റ് ഇട്ടാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പ്ലീസ്. വിമാനത്താവളം വഴി ട്രെയിൻ മാർഗവും അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വഴി മയക്കുമരുന്ന് എത്തിക്കുന്നത് തടയുന്നതിന് എക്സൈസ് എൻഫോഴ്സ്മെന്റ് വിങ്, പോലീസ്, റെയിൽവേ സുരക്ഷാ സേന, കസ്റ്റംസ് തുടങ്ങിയ ഏജൻസികളുമായും വനം വകുപ്പ് ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനതല സേനാ വിഭാഗങ്ങളുമായും ചേർന്ന്, അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ്, എക്സൈസ് സേനകളുമായി ചേർന്ന്. സർ, ഇത് സഭയും ജനങ്ങളും അറിയേണ്ട ചില വിവരങ്ങളാണ്. പറയണമെന്നാണ് താല്പര്യം, സഭയിൽ പറയണമെന്നാണ് താല്പര്യപ്പെടുന്നത്. പ്രതിപക്ഷവും അറിയേണ്ടതാണ്. അവർക്ക് നിർഭാഗ്യവശാൽ അതിന് താല്പര്യം കാണുന്നില്ല. സംയുക്ത റെയ്ഡുകളും പരിശോധനകളും നടത്തി വരുന്നുണ്ട്. മയക്കുമരുന്ന് എത്തിക്കുന്നത് തടയുന്നതിനായി രഹസ്യ വിവരങ്ങൾ യഥാസമയം സേനാ വിഭാഗങ്ങളുമായി പരസ്പരം കൈമാറുകയും കേസുകൾ കണ്ടെടുക്കുകയും ചെയ്യുന്നു. എക്സൈസ് വകുപ്പ്, NCB, കോസ്റ്റ് ഗാർഡ്, റവന്യൂ ഇന്റലിജൻസ്, പോലീസ് എന്നീ വകുപ്പുകളുമായി ചേർന്ന് വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുവഴി രഹസ്യ വിവരങ്ങൾ കൈമാറുകയും ചെയ്യുന്നു. സംശയമുള്ള വ്യക്തികൾ, വാഹനങ്ങൾ എന്നിവ രഹസ്യമായി നിരീക്ഷിക്കുന്നതിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ മഫ്തിയിൽ നിയോഗിച്ചു വരുന്നുണ്ട്. അതിർത്തി പ്രദേശങ്ങളിൽ രാത്രികാല വാഹന പരിശോധന ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. മുന്നറിയിപ്പില്ലാത്ത കോമ്പിങ്ങുകൾ, അതുപോലെ ഉത്സവ സീസണുകളിലും മറ്റും സ്പെഷ്യൽ ഡ്രൈവ് എന്നിവ പ്രഖ്യാപിച്ചും നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. വകുപ്പ് തലത്തിലും പ്രത്യേകപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച് ശക്തമായിട്ടുള്ള പരിശോധന എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂളുകളുടെ പ്രവർത്തന സമയം ആരംഭിക്കുന്നതിന് മുമ്പും കുട്ടികൾ സ്കൂളുകളിൽ നിന്ന് പോകുന്ന സമയത്തും സ്കൂൾ പരിസരങ്ങളിലെ കടകൾ, കുട്ടികൾ ഉപയോഗിക്കുന്ന ബസ് സ്റ്റാൻഡ് പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ആകസ്മികമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ തരത്തിൽ പരിശോധന നടത്തിയതിൽ 517 കോട്ട്പ കേസുകളും 6 NDPS കേസുകളും കണ്ടെടുത്തിട്ടുണ്ട്. കോട്ട്പ കേസുകളിൽ നേരത്തെ മറുപടിയിൽ സൂചിപ്പിച്ചതുപോലെ വളരെ കുറഞ്ഞ ഫൈനായ 200 രൂപയാണ് ചുമത്തുന്നത്. ഇത് തടയുന്നതിന്, ഇത്തരം പ്രവണതകൾ തടയുന്നതിന് കടകൾക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പും എക്സൈസും സംയുക്തമായി നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥിരമായി കോട്ട്പ കേസുകളിൽ ഉൾപ്പെടുന്ന കടകളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് എക്സൈസ് വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരം കടകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഇതുവരെ സംസ്ഥാനത്ത് 12 കടകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട്. ശ്രീ കെ ബാബു നെന്മാറ. സർ, സമൂഹത്തെയാകെ ക്യാൻസർ പോലെ കാർന്നു തിന്നുന്നതും ഫ്ലാഗ് പോലെ പടരുന്നതും ഭീകരതയും അതീവ ഗുരുതരവുമായ ലഹരിക്കുമെതിരെയുള്ള കേരളീയ സമൂഹത്തെയാകെ ഒന്നിച്ചണിനിരത്തിക്കൊണ്ട് നടത്തുന്ന ജനകീയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന LDF ഗവൺമെന്റിനെയും പ്രത്യേകിച്ച് വകുപ്പ് മന്ത്രിയെയും ഞാൻ അഭിനന്ദിക്കുന്നു. സാർ, അതീവ ഗുരുതരമായ ലഹരിക്കെതിരെയുള്ള ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ അതിനെതിരാണ് ഇപ്പോൾ UDF എന്ന നിലയിലേക്ക് വരുന്നത്. ഈ സഭയെ തന്നെ മോശപ്പെടുത്തുന്ന രൂപത്തിലേക്കാണ് സാർ പോകുന്നത്. സാർ, എൻ്റെ ചോദ്യം ഇതാണ്: അതിർത്തി കടന്നു വരുന്ന, പ്രത്യേകിച്ച് ഊടുവഴികളിലൂടെ കടന്നു വരുന്ന ഈ മയക്കുമരുന്ന് തടയാൻ ആവശ്യമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? സർ, തമിഴ്നാട്, കർണാടക അതിർത്തികൾ പങ്കിടുന്ന പ്രദേശങ്ങളിൽ എക്സൈസ് വകുപ്പിന്റെ മിനിസ്റ്റർ പറഞ്ഞോ 41 ചെക്ക് പോസ്റ്റുകളാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത്. എന്നാൽ അതിർത്തി പ്രദേശങ്ങളിൽ പുതിയ റോഡുകൾ, പാലങ്ങൾ എന്നിവ നിർമ്മിക്കപ്പെടുന്ന അവസരങ്ങളിലും മറ്റ് ചെറിയ റോഡുകൾ വഴിയും ലഹരി വസ്തുക്കളുടെ നിയമവിരുദ്ധമായിട്ടുള്ള കടത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് തടയുന്നതിനായി
അതിർത്തി പ്രദേശങ്ങളിൽ വാഹന പരിശോധനയും പട്രോളിംഗും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ അതിർത്തി പ്രദേശങ്ങളിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായി എക്സൈസ് മൊബൈൽ ഇന്റർവെൻഷൻ യൂണിറ്റ് കെമു എന്ന പേരിൽ പുതിയൊരു സംവിധാനത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ആദ്യഘട്ടം തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി പ്രദേശമായ നെയ്യാറ്റിൻകര താലൂക്ക് കേന്ദ്രീകരിച്ച് ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. 4 പുതിയ വാഹനങ്ങൾ ഇതിനുവേണ്ടി അനുവദിച്ചിട്ടുണ്ട്. ശ്രീ എം വിജിൻ. സർ, ലഹരിക്കെതിരായ ജനകീയ പോരാട്ടം ഏറ്റവും ശക്തമായി ഏറ്റെടുത്ത് നടത്തുന്ന പിണറായി സർക്കാരിൻ്റെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. സർ, സോഷ്യൽ മീഡിയ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് ഈ മയക്കുമരുന്ന് വിപണനങ്ങൾക്കായി ഇത്തരം ശൃംഖലകൾ, ഇത്തരം മയക്കുമരുന്നിന് നേതൃത്വം കൊടുക്കുന്ന ചില കണ്ണികൾ ഉപയോഗപ്പെടുത്തുന്നത് എന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? സാർ, തീർച്ചയായും ആ വെല്ലുവിളി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, സർക്കാർ അത് നേരിടുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ, ഡാർക്ക് നെറ്റ് എന്നിവ ഉയർത്തുന്ന വെല്ലുവിളികൾ വളരെ ഗൗരവമുള്ളതാണ്. ഇവയെ നേരിടുന്നതിനായി XRY, MSAB ഓഫീസ്, മൊബൈൽ ഫോറൻസിക് തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ എക്സൈസ് വകുപ്പിനായി വാങ്ങുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. കേസുകളുടെ അന്വേഷണം ഫലപ്രദമായി നടത്തുന്നതിന് സഹായകരമായ വിധത്തിൽ സൈബർ സെല്ലിനെ നവീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്കായി CDR അനലൈസറുകൾ വാങ്ങി എല്ലാ ഡിവിഷനുകളിലും വിതരണം ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നതിനായി ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് CDAC, സൈബർ ഡോം എന്നിവിടങ്ങളിൽ പരിശീലനം നൽകിയിട്ടുണ്ട്. കൂടാതെ ഭോപ്പാലിലെ നേരത്തെ പറഞ്ഞതുപോലെ സെൻട്രൽ അക്കാദമി ഫോർ പോലീസ് ട്രെയിനിങ്ങിലും പരിശീലനം നൽകാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീ DK മുരളി. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യമാണ്. ഈ സന്ദർഭത്തിൽ ജനാധിപത്യ വിരുദ്ധമായി ജനങ്ങൾ തള്ളിക്കളഞ്ഞ ഒരു സമരത്തിന്റെ പേരിൽ സ്പീക്കറെ പോലും ഞങ്ങൾക്ക് കാണാൻ കഴിയാത്ത തരത്തിൽ ഈ ബാനറെല്ലാം പിടിച്ചു നിൽക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. സാർ, അത് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സാർ, ഈ ലഹരിയിൽ പിടിക്കപ്പെടുന്ന കേസുകളിൽ പിടിക്കപ്പെടുന്നവർ മിക്കവാറും അതിൻ്റെ കണ്ണികൾ മാത്രമാണ്. പ്രധാന ഉറവിടങ്ങൾ മറ്റ് ഈ പറയുന്ന പോലെ വളരെ മാഫിയകളും മറ്റുമാണ്. ആ ഉറവിടങ്ങളിലേക്ക് അന്വേഷണം എത്തിച്ചേരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ഒരു പ്രാവശ്യം പിടിക്കപ്പെടുന്നവർ വീണ്ടും ആ ഒഫൻസ് ആവർത്തിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയിലുണ്ടോ? ഇതെല്ലാം തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനാകുമോ? സാർ, ഒരിക്കൽ പിടിക്കപ്പെടുന്നവർ വീണ്ടും കുറ്റകൃത്യം ആവർത്തിക്കുന്നത് തടയാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് നേരത്തെ വിശദീകരിച്ചതുപോലെ കരുതൽ തടങ്കൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിലവിൽ ഈ പിടിക്കുന്ന മയക്കുമരുന്നിൻ്റെ അളവ് സ്മോൾ, മീഡിയം, കമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഇങ്ങനെ 3ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ സ്മോൾ ക്വാണ്ടിറ്റി ആവുമ്പോൾ അതിന് പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടും. അതുകൊണ്ട് ഇതിൻ്റെ മുഴുവൻ അളവ് പുനർനിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിന് നിയമത്തിൽ ഭേദഗതി ചെയ്യാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മയക്കുമരുന്ന് നേരത്തെ ഞാനിവിടെ സഭയിൽ വിശദീകരിച്ചതുപോലെ പ്രധാനമായും കേരളത്തിന് പുറത്തുനിന്നാണ് സാർ വരുന്നത്. പുറത്തുനിന്ന് വരുന്ന മയക്കുമരുന്ന് തടയാൻ അതിർത്തിയിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് പോയി എക്സൈസിനെ കണ്ടെത്തുന്നതിന് ചില പരിമിതികൾ ഉണ്ടെങ്കിലും ആ പരിമിതികൾക്ക് അകത്തു നിന്നുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയും കേസുകൾ കേരളത്തിലെ എക്സൈസ് പിടിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെ എക്സൈസും പോലീസുമായി നിരന്തരമായിട്ടുള്ള ഏകോപനത്തിലൂടെ ഇത്തരം ലഹരി മാഫിയയുടെ വേരുകൾ കണ്ടെത്താൻ ഉള്ള നടപടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചോദ്യം നമ്പർ 152 ബഹുമാനപ്പെട്ട ശ്രീ KB ഗണേഷ് കുമാർ, ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, കേരള നിയമസഭയുടെ കാര്യനിർവഹണം ചട്ടപ്രകാരം ചട്ടം 281 പ്രകാരം അതിന്റെ നഗ്നമായ ലംഘനമാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ ഇവിടെ നടത്തുന്നത്. ആൻസർ ടേബിൾ ചെയ്തോ? ആൻസർ ടേബിൾ ചെയ്തോ? ടേബിൾ ചെയ്യുന്നു. ശ്രീ KB ഗണേഷ് കുമാർ. സർ, ഈ നമ്മുടെ നാട്ടിൽ പതിവായി ഇപ്പം ഭക്ഷ്യവിഷബാധയെക്കുറിച്ചൊരു ഭയം ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ ധാരാളമായി നടക്കുന്നുണ്ട്. അവിടെ നിന്ന് വളരെ ഭക്ഷണയോഗ്യമല്ലാത്ത ആഹാര സാധനങ്ങൾ കണ്ടെത്തുകയും ഈ കടകളുടെ പേരിൽ നടപടിയെടുക്കുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും ബഹുമാനപ്പെട്ട മിനിസ്ട്രി ഇന്ന് പരിശോധന നടക്കുന്ന കടകൾ യാതൊരു വൃത്തിയാക്കലുമില്ലാതെ പ്രശ്നം പരിഹരിക്കപ്പെടാതെ അന്ന് തന്നെയോ
അല്ലെങ്കിൽ അടുത്ത ദിവസമോ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ഈ പിടിക്കുന്ന കടകളുടെ മോശമായ അവസ്ഥ ഉദ്യോഗസ്ഥർക്ക് അറിയാം. അപ്പോൾ അത് പരിഹരിച്ചുകൊണ്ട് വീണ്ടും തുറക്കാനുള്ള നടപടി സ്വീകരിക്കാമോ, അതോ അന്ന് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ തുറക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു 15 ദിവസമെങ്കിലും ഇത് അടപ്പിക്കാനുള്ള ഒരു നിയമ ഭേദഗതി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, ഇതൊരു കേന്ദ്ര നിയമം കൂടി ഉൾപ്പെട്ടതാണ്, കൊണ്ടുവരാൻ കഴിയുമോ? സർ, ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത് 2006-ലാണ്. അപ്പോൾ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടത്തുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കർശനമായി നടപ്പിലാക്കുന്നതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ തന്നെ അവതരിപ്പിച്ച കണക്കുകൾ പ്രകാരം ഗണ്യമായിട്ടുള്ള വർധനയാണ് സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഇത് നമുക്ക് 140 സർക്കിളുകളാണ് ഉള്ളത്. ഈ 140 സർക്കിളുകളിലെ ഉദ്യോഗസ്ഥർ കൂടാതെ ഇപ്പോൾ പുതുതായി സ്റ്റേറ്റ് തലത്തിൽ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പരിശോധനകൾ നടത്തുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനുശേഷം നിയമപരമായി സ്വീകരിക്കേണ്ട അഡ്ജുഡിക്കേഷൻ, പ്രോസിക്യൂഷൻ നടപടികൾ കൃത്യമായി സ്വീകരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതുണ്ട്. സർ, നിയമപ്രകാരവും നിയമത്തിൻ്റെ 2011 റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരവും ഈ റെസ്റ്റോറൻറ്റുകളിൽ അല്ലെങ്കിൽ ഹോട്ടലുകളിൽ, ഭക്ഷണശാലകളിൽ നിയമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ, വൃത്തിരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ കാലപ്പഴക്കമുള്ള ഭക്ഷണം, മായം ചേർത്ത ഭക്ഷണം കണ്ടെടുക്കുന്ന സാഹചര്യത്തിൽ ഇമ്മീഡിയറ്റ് ആയി തന്നെ ആ സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള അധികാരം അതാത് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്കുണ്ട്. ആ ലൈസൻസ് റദ്ദാക്കിയാൽ പിന്നീട് ആ ലൈസൻസ് തിരികെ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. അതല്ലാതെ 14 ദിവസത്തേക്ക്, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ താൽക്കാലികമായി 15 ദിവസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിന് സാധിക്കും. അപ്പം മുൻപ് 2 കാര്യങ്ങൾ, ഈ നടപടികൾ കൃത്യമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കുന്നത് 2-3 കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായി നടക്കുന്നു എന്ന് ഉള്ളത് അത് നിരീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, ഓൺലൈൻ വഴി മാത്രമേ എല്ലാ നടപടികളും എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസും നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതായത് സ്റ്റേറ്റിന്റെ നേരിട്ടുള്ള കമ്മീഷണറേറ്റിന്റെ നേരിട്ടുള്ള മോണിറ്ററിംഗ് ഉണ്ടാകും. താൽക്കാലികമായി ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ കമ്മീഷണറുടെ അനുമതിയോടുകൂടി മാത്രമേ പിന്നീട് അത് തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ചിലയിടങ്ങളിൽ കണ്ടിട്ടുള്ളത് ഒരു സ്ഥാപനം അടപ്പിച്ചാൽ അതേ സ്ഥാപനം അല്ലെങ്കിൽ മറ്റൊരു പേരിൽ മറ്റൊരിടത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ കുറ്റകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ നിയമം കൃത്യമായി നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഈ ആക്ടിവിറ്റീസ്, എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസിന്റെ തുടർച്ചയായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാൻ കമ്മീഷണറേറ്റിൽ തന്നെ ഒരു നിയമ ഒരു നിയമ ഓഫീസറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഈ നടപടികളിൽ കൃത്യത ഉറപ്പുവരുത്തുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ, നമ്മുടെ പുതിയ ഹോട്ടലുകൾ തുടങ്ങുമ്പോൾ പഞ്ചായത്തിൻ്റെ അനുമതിയാണ് സാധാരണ വാങ്ങുന്നത്. അതിന് സമാന്തരമായി തന്നെ ഫുഡ് സേഫ്റ്റി വകുപ്പ് നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ, ഒരു ഹോട്ടൽ തുടങ്ങുന്നതിന് എത്ര ഫ്രീസർ വേണം, എത്ര ഫ്രിഡ്ജ് വേണം, എങ്ങനെ ഫുഡ് സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ചൊരു മാനദണ്ഡം പ്രസിദ്ധീകരിക്കുകയും ആ മാനദണ്ഡം അനുസരിച്ച് ഓൺലൈനിൽ തന്നെ ഫുഡ് സേഫ്റ്റി പരിശോധിച്ച് അംഗീകാരം കൊടുക്കുന്ന ഒരു സംവിധാനം കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ ഈ പരിശോധന നടക്കുന്നിടത്തുനിന്ന് പലപ്പോഴും ഈ കേസുകൾ പലതും വിട്ടുപോവുകയാണ്. കോടതിയിലെത്തുമ്പോൾ ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കേസുകൾ വിട്ടുപോവുകയാണ്. അപ്പോൾ ഈ പരിശോധന നടത്തുന്നത് തന്നെ, സാമ്പിൾ എടുക്കുന്നിടത്ത് തന്നെ പരിശോധന നടത്താനുള്ള കൂടുതൽ മൊബൈൽ ലാബുകൾ അവരോടൊപ്പം പോവുകയും പലപ്പോഴും ആഹാരസാധനങ്ങൾ, ഇപ്പോൾ പാല് തന്നെ പിടിച്ചു നമ്മുടെ നാട്ടിൽ, പിന്നെ സമയം കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ പാലിലെ വിഷാംശം കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ പരിശോധന നടക്കുന്ന സ്പോട്ടിൽ തന്നെ സാമ്പിളുകൾ എടുക്കാനും അവ പെട്ടെന്ന് തന്നെ പരിശോധിച്ച് റിസൾട്ട് കണ്ടെത്താനും കഴിയുന്ന മൊബൈൽ യൂണിറ്റുകൾ ധാരാളമായി സ്ഥാപിക്കാൻ തുടങ്ങുവാനായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകും. സർ, 2 കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചത്. ഒന്ന്, ലൈസൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് ആവശ്യമാണ്. 12 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള സ്ഥാപനങ്ങൾക്ക് രജിസ്ട്രേഷൻ മതിയാകും. അപ്പോൾ ഏത് ഭക്ഷണശാല തുടങ്ങിയാലും, അത് വലിയ ഹോട്ടലുകളാകട്ടെ, റെസ്റ്റോറൻറ്റുകളാകട്ടെ, അതല്ല കേറ്ററിംഗ് സ്ഥാപനങ്ങളാകട്ടെ, തട്ടുകടകളാകട്ടെ,
അവരുടെ വാർഷിക വരുമാനം അനുസരിച്ചിട്ടുള്ള ലൈസൻസോ രജിസ്ട്രേഷനോ അവർക്കുണ്ടാകണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ എല്ലാവരും ലൈസൻസോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഡ്രൈവുകൾ തന്നെ അതാത് സർക്കിളുകളിൽ, ജില്ലകളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ ലൈസൻസും രജിസ്ട്രേഷനും എത്രയും പെട്ടെന്ന് എടുക്കണം എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്ര ദിവസത്തിനകം ലൈസൻസ് ലഭിച്ചാലും അതിൽ നിശ്ചിത ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ ഫിസിക്കലായി പരിശോധന നടത്തി അവിടെ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകണം എന്നുള്ളതാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രണ്ടാമത്തെ കാര്യം ഈ സാമ്പിളുകൾ എടുക്കുന്ന കാര്യമാണ്. സാർ, ഇതിൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, അതാത് സർക്കിളുകളിലെ FSOമാർക്ക് മാത്രമാണ് 2006 നിയമപ്രകാരം ദേശീയ നിയമം അനുസരിച്ച് ഈ സാമ്പിളുകൾ, ഫുഡ് സാമ്പിളുകൾ ശേഖരിക്കാൻ സാധിക്കുന്നത്. ഈ ഫുഡ് സാമ്പിളുകൾ ശേഖരിക്കുമ്പോൾ അവർ അത് സീൽ ചെയ്യണം. FSOമാർക്ക്, ഓരോ FSOയ്ക്കും ഒരു പ്രത്യേക സീലാണ്, അത് മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പൊ ആ സീല് അനുസരിച്ച് അത് അവർ സീൽ ചെയ്യുകയും കോൾഡ് ചെയിനിലാണ് അതാത് ലാബുകളിലേക്ക് എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് 3 അക്രഡിറ്റഡ് അനാലിറ്റിക്കൽ ലാബുകളാണ് ഉള്ളത്. രാജ്യത്ത് തന്നെ ആദ്യമായി ഇന്റഗ്രേറ്റഡ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ള 3 ലാബുകളാണ് ഉള്ളത്. തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും. നമ്മുടെ രാജ്യത്ത് ആദ്യമായി ഇന്റഗ്രേറ്റഡ് അക്രഡിറ്റേഷൻ ലഭിച്ചത് കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ 3 ലാബുകൾക്കാണ്. അത് 2021 ഡിസംബർ, 2022 മാർച്ച് ഉൾപ്പെടെയുള്ള 3 മാസങ്ങളിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. സർ, അതുപോലെ തന്നെ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷം. രാവിലെ കാൽനടയായി പ്രതിപക്ഷ അംഗങ്ങൾ സഭയിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ കണ്ടതാണ്. തുടർന്ന് നടുത്തളത്തിലിറങ്ങി ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നടുത്തളത്തിൽ